പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 21, തിരുവചനങ്ങൾ 1 മുതൽ 8 വരെ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ദൈവവചനമാണ് നാം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിളിലെ അവസാനത്തെ പുസ്തകം, 73-ാമത്തെ പുസ്തകം, വെളിപാട് പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മനോഹരമായ ഒരു പുസ്തകമാണ്. യുഗാന്തത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം വായിച്ചു മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകവുമാണ്. ബൈബിളിലെ ഈ 73-ാമത്തെ പുസ്തകം വെളിപാട് എന്ന് പറയുന്നെങ്കിലും പലപ്പോഴും വെളിപാടിനേക്കാൾ കൂടുതൽ ദുരൂഹത നിറഞ്ഞ ഒളിച്ചുവെക്കലുകളാണ് ഇതിൻ്റെ അകത്ത് കാണുക. എന്താണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം? എന്തിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്? പുസ്തകം വായിക്കുമ്പോൾ പലപ്പോഴും സംശയങ്ങൾ തോന്നാം. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും ദുർവ്യാഖ്യാനങ്ങളും ഈ പുസ്തകത്തിന് പേരിൽ നടക്കുന്നുണ്ട്. മറ്റ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം ഉദാഹരണത്തിന് നമുക്കറിയാം, ഉൽപ്പത്തി എല്ലാറ്റിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുക. ആദ്യത്തെ 11 അധ്യായങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മയുടെ, പാപത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുക ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങൾ. പിന്നീട് അങ്ങോട്ടുള്ള അധ്യായങ്ങൾ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമെന്ന് പറയും. അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്ഭവമാണ്. അതുപോലെ രക്ഷാചരിത്രത്തിൻ്റെ തുടക്കമാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം എന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ പുസ്തകത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമാക്കുന്ന പുസ്തകമാണ്. ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകം പുറപ്പാടെന്നറിയപ്പെടുന്നു. പുറപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് ഒരു പുറപ്പാടിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം എങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴി ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് കടലു കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് സീനായ് മലയിലെത്തി. ഇതാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രമേയം. പുസ്തകത്തിൻ്റെ പേരും ഉള്ളടക്കവും ഒരുപോലെ വ്യക്തമാണ്. ലേവ്യരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇത് തന്നെയാണ്. ലേവ്യർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൽ ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. ആ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ് പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നത്. ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതരും പുരോഹിത ശുശ്രൂഷകരും അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ലേവിയുടെ പുസ്തകത്തിൽ പ്രധാനമായും പറയുക. ഇതുപോലെ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും പുസ്തകത്തിൻ്റെ പേരും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. സംഖ്യാപുസ്തകം ഉദാഹരണത്തിന്, സംഖ്യാപുസ്തകം വെറും ഒരു കണക്ക് പുസ്തകമല്ല, സംഖ്യകളുടെ പുസ്തകമല്ല. എന്നാലും പല ജനസംഖ്യ കണക്കുകളോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ആളുകൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, എത്ര പേര് സീനാവലിയിലെത്തി, ആ ഗോത്രങ്ങളുടെയും കണക്കുകളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ സംഖ്യ എന്ന് പേര് കൊടുക്കുന്നു. അതിനേക്കാൾ കൂടുതൽ സംഖ്യാപുസ്തകം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ചെയ്ത തീർത്ഥാടനത്തിൻ്റെ വിശദീകരണമാണ് കൊടുക്കുക. നിയമാവർത്തന പുസ്തകത്തിലാണെന്നുണ്ടെങ്കിൽ മോശ നിയമം വീണ്ടും ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്ന ആ കഥകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ
പഴയ നിയമത്തിലാവട്ടെ പുതിയ നിയമത്തിലാവട്ടെ പുസ്തകവും പുസ്തകത്തിൻ്റെ പേരും ഉള്ളടക്കവും തമ്മിൽ വളരെ വ്യക്തമായൊരു ബന്ധമുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമില്ല. സുവിശേഷങ്ങൾ എടുത്താൽ നമുക്കറിയാം യേശു ക്രിസ്തുവിലൂടെ വന്ന സുവിശേഷമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം എങ്ങനെയാണ് പത്രോസും പൗലോസും മറ്റ് അപ്പസ്തോലന്മാരും സുവിശേഷം പ്രസംഗിച്ചത്, എങ്ങനെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ സഭ അഥവാ സുവിശേഷം ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു, ഇതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പ്രമേയം. ലേഖനങ്ങളെല്ലാം പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനമാകാം, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമാകാം, ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എഴുതിയ ലേഖനങ്ങൾ. ഇങ്ങനെ ബൈബിളിലെ 72 പുസ്തകങ്ങൾ എടുത്താലും എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ അവസാനത്തെ പുസ്തകം 73-ാമത്തെ പുസ്തകം വെളിപാട് പുസ്തകം അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത് അത്ര തന്നെ വ്യക്തമല്ല. വെളിപാട് എന്ന് പറയുന്ന വാസ്തവത്തിൽ റെവലേഷൻ, വെളിപാട്, എല്ലാ പുസ്തകങ്ങളിലും വെളിപാടുണ്ട്. ദൈവിക വെളിപാടാണ് ഉൽപ്പത്തി മുതൽ അവസാനത്തെ പുസ്തകം വരെ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു പുസ്തകത്തിന് മാത്രം വെളിപാട് പുസ്തകം, അതും യോഹന്നാന് ലഭിച്ച വെളിപാട് എന്ന് പ്രത്യേകം പറയുന്നു. പുസ്തകം വായിച്ചു നോക്കിയാലോ വ്യക്തത അത്ര കിട്ടിയെന്ന് വരില്ല. എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നറിയില്ല, എന്താണ് പറയുന്നത് എന്നും പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കാനോ മനസ്സിലൂഹിക്കാനോ സാധിക്കാത്ത ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ കടന്നു വരും. പറക്കുന്ന പർവ്വതങ്ങൾ, തിളയ്ക്കുന്ന തടാകങ്ങൾ, അതിഭീകരമായ വിചിത്ര ജീവികൾ, 7 തലയും 10 കൊമ്പുമുള്ള മൃഗങ്ങൾ, വായിൽ നിന്ന് വാള് പുറപ്പെടുന്ന മനുഷ്യൻ, വിഭാവനം ചെയ്യാൻ സാധിക്കാത്ത ഒരു ആധുനിക രീതിയിലുള്ള സയൻസ് ഫിക്ഷൻ ഫിലിം പോലെ കാണുന്നത് പോലെ തോന്നും ഈ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഇത് സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും കടന്നു വരുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് പറയും ഇത് ചരിത്രമാണ്, പുതിയ നിയമചരിത്രം, അതിനു മുമ്പുള്ള പഴയ നിയമചരിത്രം. ഇതിൻ്റെ ഒരു ഭാഗം പഴയ നിയമത്തിൻ്റെ കഥകളാണ് പറയുക, രണ്ടാമത്തെ ഭാഗം പുതിയ നിയമത്തിൻ്റെ ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ച് ആണെന്ന് പറയുന്നവരുണ്ട്. അല്ല, ഇത് മുഴുവനും ലോകാവസാനത്തെക്കുറിച്ചുള്ള ദൈവം നൽകിയ വെളിപ്പെടുത്തലും പ്രവചനങ്ങളുമാണ്. അതൊരു നിഗൂഢമായ ഭാഷയിൽ, കോഡ് ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ കോഡുകൾ, കണക്കുകൾ അറിയാവുന്നവർക്ക് എപ്പോഴാണ് ലോകം അവസാനിക്കുന്നത് എന്ന് കണക്ക് കൂട്ടി പറയാൻ സാധിക്കും. അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന നിഗൂഢമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ വെളിപാട് പുസ്തകം എന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകളൊക്കെ കൂട്ടി കാര്യങ്ങളെല്ലാം അപഗ്രഥിച്ച് എപ്പോഴാണ് ലോകം അവസാനിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി കണക്ക് കൂട്ടി പറയുന്നവരുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അത് ലോകാവസാനത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്ന വ്യക്തികൾ, മൃഗങ്ങൾ, സംഭവങ്ങൾ, ഇതൊക്കെ എന്തിനെക്കുറിച്ചാണ്? അതിനും സംശയം ധാരാളമുണ്ട്. ഒരു ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും കത്തോലിക്കാ സഭയിൽ വിശ്വാസമില്ലാത്ത കത്തോലിക്കാ സഭയെ എതിർക്കുന്ന പല സെക്റ്റുകളും ഇതിന് കൊടുക്കുന്ന വിശദീകരണം ഇവിടെ പറയുന്ന പല കാര്യങ്ങളും കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു മൃഗത്തിൻ്റെ സംഖ്യ കൊടുത്തിട്ടുണ്ട്, 666. ഈ 666 എന്നുള്ള സംഖ്യ അത് കത്തോലിക്കാ സഭയെ അല്ലെങ്കിൽ മാർപ്പാപ്പയെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന ആരോപണങ്ങൾ നടത്തുന്നവരുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് മഹാവേശിയെക്കുറിച്ച് പറയുന്നുണ്ട്. വിഗ്രഹാരാധനയിൽ മുഴുകിപ്പോയൊരു സഭയുടെ ചിത്രമാണ് അവിടെ കാണുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നവർ ഉണ്ട്. അപ്പോഴെന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുക? കത്തോലിക്കാ സഭയുടെ അപജയങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദൈവം നൽകിയ വെളിപാടാണ് ഇത് പറയുന്നത്. വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. ഇത് ബൈബിളിൻ്റെ ഭാഗമാണ്, ദൈവിക വെളിപാടാണ്, രക്ഷാകര സന്ദേശം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണിത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ അവസാനം പറയും ഇതിൻ്റെ പ്രാധാന്യം. 22-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേൽ അയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഒന്നും കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ പാടില്ലാത്ത ദൈവവചനമാണ് ഈ ഗ്രന്ഥമെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. അത് തന്നെയുമല്ല, ജീവപ്രധാനമാണ് ഈ പുസ്തകം. ദൈവം നൽകുന്ന രക്ഷയിൽ പങ്കുചേരാനായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേ മതിയാവും. ഇതിലനുസരിക്കാത്തവർക്ക് ജീവനിൽ പങ്കുണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ജീവൽ പ്രധാനമാണ്. നിത്യജീവനെ സംബന്ധിക്കുന്ന വളരെ നിർണായകമായ സന്ദേശമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം.
അപ്പോഴിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ സന്ദേശം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് പറയും? ഇതിന് കൂടെ മറ്റു ചില കാര്യങ്ങൾ വരുന്നുണ്ട്. സംഖ്യകൾ ഉദാഹരണത്തിന്, ഇവിടെ ഈ പുസ്തകത്തിൽ 2 തവണ 1,44,000 ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മുദ്രിതരായ 1,44,000 144,000 പേരുടെ നെറ്റിയിൽ മുദ്ര കുത്തി എന്ന് പറയുന്നു 7-ാമത്തെ അധ്യായത്തിൽ. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും കുഞ്ഞാടിനെ നിരന്തരം അനുഗമിക്കുന്ന 144,000 പേരെക്കുറിച്ച് പറയുന്നുണ്ട്, വെള്ളവസ്ത്രധാരികൾ. ഈ 144,000 പേര് ഞങ്ങളാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ മാത്രമാണ് എന്ന് കരുതുന്ന, പഠിപ്പിക്കുന്ന ചില സെക്റ്റുകളുമുണ്ട് സഭയിൽ തന്നെ. സംഖ്യ 144,000 ഉള്ളൂ. ഈ 144,000 പേർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ആ സംഖ്യയിൽ പെടുന്നവർ മാത്രം രക്ഷപ്പെടും, അവർക്ക് മാത്രമേ നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവരും ഗന്ധകമരിയുന്ന അഗ്നിത്തടാകത്തിൽ ദഹിപ്പിക്കപ്പെടാനുള്ളവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അതുകൊണ്ട് കഴിയുന്നത് വേഗം ഈ 144,000-ൽ പങ്കുചേരാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചോദ്യം, ഇപ്പോൾ ദൈവം കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അതിൽ 144,000 പേരെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എങ്കിൽ ആ ദൈവം എങ്ങനെ രക്ഷകനാകും? ഇതെങ്ങനെ രക്ഷയാകും? സംശയങ്ങൾ ധാരാളമുണ്ടാകും. എന്തൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്? എന്താണ് ഈ പുസ്തകത്തിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? അർത്ഥം വ്യക്തമല്ലാത്തത് കൊണ്ട് പൊതുവേ ഈ പുസ്തകം വായിക്കാൻ വിമുഖതയായിരുന്നു ജനങ്ങൾക്ക്. കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിലും വെളിപാട് പുസ്തകത്തിൻ്റെ വലിയൊരു സ്വാധീനം ഉണ്ട് എന്ന് പറയാനാവില്ല. ചുരുക്കം ചില ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ആരംഭത്തിൽ വായിച്ച പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള പ്രവചനം, അതല്ലെങ്കിൽ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിൻ്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് പോയി പറയുന്ന ഉപദേശങ്ങൾ, ചില ഉപദേശങ്ങളും ചില ദർശനങ്ങളും ഒഴികെ പുസ്തകം മൊത്തമായി എടുത്ത് പഠിക്കുകയോ ചെയ്യാറില്ല സാധാരണഗതിയിൽ. അത് തന്നെയല്ല, വായിക്കാൻ തുടങ്ങുമ്പോൾ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് താഴെ വയ്ക്കുകയാണ് പൊതുവെ ചെയ്യുക. ഇനി അഥവാ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുസ്വപ്നങ്ങൾ, പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും എന്ന് പറയുന്നവരുമുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ബൈബിൾ വായിച്ച, പ്രത്യേകിച്ചും വെളിപാട് പുസ്തകത്തിയപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, വെളിപാട് വായിച്ചാൽ ഉള്ള വെളിവും കൂടി നഷ്ടപ്പെടും. ഇങ്ങനെ വെളിവ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ പുസ്തകം ബൈബിളിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ പുസ്തകം നിർണായകമായ പ്രാധാന്യമുള്ള പുസ്തകമാണെങ്കിലും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വിശദമായ ഒരു പഠനം ആവശ്യമാണ്. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച് രചിച്ചിട്ടുണ്ട്. മിക്കവാറും ടെലിവിഷൻ ചാനലുകൾ, ക്രിസ്തീയ ചാനലുകളിൽ പല സെക്റ്റുകളും ഇതിന് പല വിശദീകരണങ്ങൾ കൊടുക്കാറുമുണ്ട്. നിങ്ങളും പല വ്യാഖ്യാനങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇവിടെ വെളിപാട് പുസ്തകം അല്പം വിശദമായി പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകം ചരിത്രമാണോ? വെളിപാട് പുസ്തകം പ്രവചനമാണോ? വെളിപാട് പുസ്തകം ഉപദേശമാണോ? എന്താണെന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ, പൊതുവായി എന്താണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത്, ഒരു പൊതുവായ ഒരു ഓട്ടപ്രദക്ഷിണത്തിലൂടെ നടത്തുക. അതിനുശേഷം ഈ പുസ്തകത്തിൻ്റെ സാഹിത്യരൂപം, ഈ പുസ്തകം രചിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ, ആർക്കു വേണ്ടിയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ പുസ്തകം രചിച്ചത്, അന്നത്തെ ചരിത്ര പ്രത്യേകതകൾ എന്തായിരുന്നു, എന്തു ഭാഷയാണ് ഉപയോഗിക്കുക, ഈ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളുടെ അർത്ഥം എന്താണ്, ഇങ്ങനെയുള്ള പൊതുവായ ചില കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതാവും. അതിനുശേഷം അധ്യായങ്ങളും വാക്യങ്ങളും എടുത്ത് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ദീർഘമായൊരു പഠനമായിരിക്കും. ക്ഷമയോടുകൂടി ഈ പുസ്തകത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, ഒറ്റ ഇരുപ്പിന് ഈ പുസ്തകം ഒന്ന് വായിക്കുക. ഒരു ചോദ്യങ്ങളും ചോദിക്കാതെ ഒരു ഫിലിം കാണുന്ന രീതിയിൽ ഈ പുസ്തകം ഒറ്റ ഇരുപ്പിന് വായിക്കുക. 1 മണിക്കൂർ കൂടിയ 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ താഴെ സമയം എടുക്കുകയുള്ളൂ. ഒരു ഇരുപ്പിന് ഈ പുസ്തകം ഒന്ന് വായിക്കുക. ചിത്രങ്ങൾ മനസ്സിലൂടെ കടന്നു പോകാനായിട്ട് അനുവദിക്കുക. ഇവിടെ ഉണ്ടാകുന്ന ശബ്ദങ്ങളുണ്ടാകും, വാക്കുകളുണ്ടാകും, പല ദർശനങ്ങളുണ്ടാകും. അത് നമ്മളൊരു ഫിലിമിൽ കാണുന്ന പോലെ ഒന്ന് കടന്നു പോവുക. ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മുടെ മുമ്പിലൂടെ ഈ ചിത്രങ്ങളൊന്ന് കടന്നു പോകാനായിട്ട് അനുവദിക്കുക. അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില അനുഭൂതികളുണ്ടാകും, ചില അനുഭവങ്ങളുണ്ടാകും. ചില ഭയമായിരിക്കാം, സന്തോഷമായിരിക്കാം, ഒരുപക്ഷെ പ്രത്യാശയായിരിക്കാം, ദുഃഖമായിരിക്കാം. പല രീതിയിലുള്ള വികാരങ്ങൾ, സമ്മിശ്രമായ വികാരങ്ങൾ നമ്മൾ ഉണർത്തുന്നതായിരിക്കും ഈ പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പൊതുവായ ഉള്ളടക്കം അതാണ് ഞാൻ ഉടനെ എടുത്ത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. 22 അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ, പ്രാരംഭം എന്ന് പറയുന്ന ആദ്യത്തെ 8 വാക്യങ്ങൾ ഒരു ആമുഖമാണ്. പുസ്തകം ആരാണ് എഴുതിയത്, പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആർക്കു വേണ്ടിയാണ് എഴുതപ്പെടുന്നത്, ഏത് സാഹചര്യത്തിലാണ് എഴുതിയത്, ഇങ്ങനെ പൊതുവായ ഒരു അവതരണത്തിന് ശേഷം ആരംഭിക്കുന്നത് ഒരു ദർശനമാണ്. മനുഷ്യപുത്ര ദർശനമെന്ന് പറയും. യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായി അവതരിപ്പിച്ച് മനോഹരമായ, ഭയാനകമായ, അത്യഗാധമായ ഒരു ദർശനം.
ആ ദർശനം ലഭിക്കുന്ന ദർശകൻ അഥവാ യോഹന്നാൻ ഒരു സ്വരം കേൾക്കുന്നു. നീ കാണുന്ന കാര്യങ്ങൾ, നീ കേൾക്കുന്ന കാര്യങ്ങൾ ചുരുൾ എഴുതി 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ എഴുതാനുള്ള ഒരു ആഹ്വാനമാണ്, ഒരു മിഷൻ എന്ന് പറയാം. ഒരു ദർശനം, ഒരു വിഷൻ, ഒരു ശ്രവണം, ഒരു ആഹ്വാനം അഥവാ ഒരു മിഷൻ. എ വിഷൻ വിത്ത് എ മിഷൻ എന്നാണ് പറയുന്നത് സാധാരണ ആദ്യത്തെ അധ്യായത്തിൽ. അപ്പോഴൊരു രംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞു. മനുഷ്യപുത്രനാണ് ഇവിടെ പറയുന്നത്, സഭകൾക്കുള്ള ലേഖനങ്ങളുമാണ്. പിന്നെ വരുന്ന 2 അധ്യായങ്ങളിൽ 2ഉം 3ഉം അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് 7 സഭകൾക്കുള്ള ലേഖനങ്ങളാണ്. ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുക. ആ 7 സഭകൾ ഓരോന്നിനും പ്രത്യേകതയുണ്ട്. ഓരോ പ്രത്യേക സ്ഥലങ്ങളിലുള്ള സഭകളാണ്. ആ സഭയെ സംബന്ധിച്ച് അല്പം ചരിത്രം മനസ്സിലാക്കുമ്പോൾ ആ സഭ ആയിരുന്ന സാഹചര്യങ്ങൾ, പട്ടണത്തിൻ്റെ ചരിത്ര വസ്തുതകൾ, അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 7 സഭകൾക്ക് 7 തരത്തിലുള്ള സന്ദേശങ്ങളാണ് കൊടുക്കുക. അപ്പോൾ 7ാമത്തെ ലേഖനം എഴുതി കഴിയുമ്പോൾ പുതിയ ഒരു ദർശനം ആരംഭിക്കുകയാണ്. 4, 5 അധ്യായങ്ങളിൽ വീണ്ടും ഒരു ദർശനം, 2ാമത്തെ ദർശനം. ആദ്യത്തെ ദർശനം ഭൂമിയിലായിരുന്നു, മനുഷ്യപുത്ര ദർശനമാണ്. 2ാമത്തെ ദർശനം സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറക്കപ്പെടുന്നു. അവിടെ സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെ ചിത്രം, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവിടെ വിഭോഷിതരായ ശ്രേഷ്ഠന്മാർ, അവിടെ ഉയരുന്ന കീർത്തനങ്ങൾ. ഈ കീർത്തനങ്ങളുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ഒരു സ്വരം, ഈ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ചുരുൾ. ഈ ചുരുൾ സ്വീകരിക്കാനായിട്ട് ആർക്കാണ് സാധിക്കുക? ഒരു ചുരുൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞാട് കടന്നു വരുന്നതോടുകൂടി ദർശനം മറ്റൊരു രീതിയിലേക്ക് നീങ്ങുകയാണ്. 5ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാട് വരുന്നു. ഈ കുഞ്ഞാടിനെ, ദൈവത്തെയും സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ഉയരുന്നു. അങ്ങനെ സ്വർഗത്തിൽ ഒരു ദർശനം, ആ ദർശനത്തിൽ ഒരു ചുരുൾ സ്വീകരിക്കുന്നതായിട്ട് കാണും 5ാമത്തെ അധ്യായം. 6ാമത്തെ അധ്യായത്തിലും 7ാമത്തെ അധ്യായത്തിലും ഈ ചുരുൾ നിവർത്തുന്നതിൻ്റെ ചിത്രമാണ് അവതരിപ്പിക്കുക. കുഞ്ഞാട് ചുരുളിൽ ഉള്ള ഓരോ മുദ്രകളും 7 മുദ്ര വെച്ച് ഭദ്രമാക്കിയ ചുരുളാണിത്. ആ ഒരു ചുരുളിൻ്റെ ഓരോ മുദ്രയും തുറക്കുമ്പോൾ ഭീകരമായ ഓരോ സംഭവങ്ങൾ നടക്കുന്നു. ചിലത് ശിക്ഷയുടേതായിരിക്കാം, ചിലത് രക്ഷയുടേതായിരിക്കാം. ഇങ്ങനെ ചുരുളുകൾ വിടർത്തി 6ാമത്തെ മുദ്രയും തുറന്നു കഴിയുമ്പോൾ പുതിയ ഒരു ദർശനം ഉണ്ടാകുന്നു. സംരക്ഷണ മുദ്ര സ്വീകരിക്കുന്ന 144,000 പേരുടെ ഒരു ചിത്രം. 7ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ അവസാനിക്കും വിചാരിക്കും. പക്ഷേ 7ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു ദർശനമാണ്. 7 കാഹളങ്ങൾ ഏന്തിയ ദൂതന്മാരെ കാണുന്നു. ഓരോ ദൂതനും കാഹളം മുഴക്കുമ്പോൾ ശിക്ഷയുടെ ഓരോ രംഗങ്ങൾ അരങ്ങേറുകയാണ്. അവസാനം 6ാമത്തെ കാഹളം മുഴക്കിക്കഴിയുമ്പോൾ പുതിയൊരു ദർശനം ആരംഭിക്കുകയായി. 10, 11 അധ്യായങ്ങളിൽ പുതിയൊരു ദർശനമാണ്. ചുരുളേന്തിയ ഒരു ദൂതൻ, കയ്യിലൊരു ചെറിയ ചുരുളുമായി നിൽക്കുന്ന ഒരു ദൂതൻ. ആ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി ഭക്ഷിക്കാനായിട്ടാണ് ദർശനക്കാരനായ യോഹന്നാനോട് ആവശ്യപ്പെടുന്നത്. ആ ചുരുൾ വാങ്ങി ഭക്ഷിച്ചു കഴിയുമ്പോൾ നീ ഇനിയും അനേക ജനതകളെക്കുറിച്ച് പ്രസംഗിക്കണമെന്നൊരു ആഹ്വാനം കിട്ടുന്നു. തുടർന്ന് വരുന്നത് 2 സാക്ഷികളുടെ ചിത്രീകരണമാണ്. യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന 2 സാക്ഷികൾ. ആ സാക്ഷികളുടെ സാക്ഷ്യത്തിൻ്റെ അവസാനത്തിൽ അവർ കൊല്ലപ്പെടുകയും 3 ദിവസത്തിന് ശേഷം അവർ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന് ശേഷമാണ് 7ാമത്തെ കാഹളം മുഴക്കുക. അപ്പോൾ 7ാമത്തെ കാഹളം മുഴക്കി കഴിയുമ്പോൾ അവസാനിക്കുകയല്ല, പുതിയ ദർശനങ്ങൾ ആരംഭിക്കുകയാണ്. 12, 13, 14 അധ്യായങ്ങളിൽ ഒരു ഇടവേള എന്ന രീതിയിൽ വലിയ ദർശനങ്ങൾ ആരംഭിക്കുന്നു. 12ാമത്തെ അധ്യായത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, സ്ത്രീയും സർപ്പവും. ഈ സ്ത്രീ പ്രസവിക്കുന്ന ശിശുവിനെ വിഴുങ്ങാനായി വാവിളർന്നു നിൽക്കുന്ന സർപ്പം, ആ സർപ്പത്തിൻ്റെ വായിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുന്ന ശിശുവിൻ്റെ സ്വർഗാരോപണം. അതിനുശേഷം സ്ത്രീയെ പീഡിപ്പിക്കുന്ന സർപ്പം, സ്ത്രീയെ വധിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ സ്ത്രീ മരുഭൂമിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് 12ാമത്തെ അധ്യായത്തിൽ കൊടുക്കുക. 13ാമത്തെ അധ്യായത്തിൽ 2 മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, മറ്റൊന്ന് ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഭീകരങ്ങളായ ദർശനങ്ങളാണ് ഇവിടെയെല്ലാം കാണുക. ഈ മൃഗങ്ങൾ 2ഉം സർപ്പത്തിൻ്റെ അധികാരം സ്വീകരിച്ചവരാണ്. 14ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കുഞ്ഞാടും അനുയായികളും മറ്റൊരു ചിത്രമാണ്. സിയോനിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ അനുഗമിക്കുന്ന 1,44,000 പേരുകൾ. അതിനുശേഷം വരുന്ന വിളവെടുപ്പിൻ്റെ ചിത്രമുണ്ട്, ദൂതന്മാരുടെ ചിത്രം. 15ാമത്തെ അധ്യായത്തിൽ വിജയികളുടെ സ്തുതിഗീതവും തുടങ്ങും. അതിനുശേഷമാണ് 16ാമത്തെ അധ്യായത്തിൽ വീണ്ടും 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ കയ്യിൽ 7 പാത്രങ്ങളുണ്ട്. ഈ 7 പാത്രങ്ങളും ക്രോധത്തിൻ്റെ പാത്രങ്ങളാണെന്നാണ് പറയുക. ദൈവത്തിൻ്റെ ക്രോധം നിറച്ചിരിക്കുന്ന 7 പാത്രങ്ങൾ. ഈ പാത്രങ്ങൾ ഭൂമിയുടെ മേൽ ചൊരിയാനായിട്ടാണ് ഈ ദൂതന്മാരെ അയക്കുക. ഓരോ ദൂതനും ഈ ക്രോധത്തിൻ്റെ ഓരോ പാത്രം ഭൂമിയിൽ ഒഴിക്കുമ്പോൾ ഭീകരമായ ശിക്ഷാവിധി ഭൂമിയിൽ അരങ്ങേറുകയായി. 7ാമത്തെ പാത്രവും ഒഴിച്ചു കഴിയുമ്പോൾ ലോകം അവസാനിക്കേണ്ടതാണ്, പക്ഷേ അവസാനിക്കുന്നില്ല. പിന്നെ വരുന്നത് 17, 18 അധ്യായങ്ങളാണ്.
17-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ പാത്രത്തിൻ്റെ അവസാനം കാണുന്നത് കുപ്രസിദ്ധയായ വേശ്യ, ഒരു മൃഗത്തിൻ്റെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന ഒരു മഹാവേശ്യ, ബാബിലോൺ എന്നാണ് അവളുടെ പേര്. അവളുടെ കയ്യിൽ വിശുദ്ധരുടെ രക്തം നിറച്ച പാനപാത്രമുണ്ട്. വിശുദ്ധരുടെ രക്തം കൂടി ചുന്മത്തെയായവൾ എന്നാണ് ഇവളെക്കുറിച്ച് പറയുക. ഈ വേശ്യയും വേശ്യയെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ ആദ്യം അംഗീകരിക്കുന്ന മൃഗം പിന്നീട് മൃഗം വേശ്യയ്ക്കെതിരെ തിരിയുകയും ആ സ്ത്രീ തന്നെ വധിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ചിത്രീകരണം 17-ാമത്തെ അധ്യായത്തിൽ കാണും. 18-ാമത്തെ അധ്യായം അല്പം കൂടി ചരിത്രപരമായൊരു വിശദീകരണമാണ്. മഹാബാബിലോൺ അഥവാ ഒരു മഹാനഗരത്തിൻ്റെ പതനം 18-ാമത്തെ അധ്യായത്തിൽ. മഹാനഗരത്തിൻ്റെ പതനത്തിന് ശേഷം അവിടെയും അവസാനമാകുന്നില്ല. 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലൊരു വിജയഗീതം ആരംഭിക്കുന്നു. പിന്നെ വിവാഹവിരുന്ന്, കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്ന് സമീപിച്ചിരിക്കുന്നു. അതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാർ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ലോകം അവസാനിക്കും, കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്ന് ആരംഭിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പേ വീണ്ടും ഒരു മഹായുദ്ധം നടക്കുന്നു. സാത്താനെന്നും മഹാസർപ്പമെന്നും പറയപ്പെടുന്ന ഈ സർപ്പത്തെ ബന്ധിച്ച് തടവിലാക്കുന്നു. 1000 വർഷത്തോളം 1000 വർഷം തടവറയിലായ ഈ സാത്താൻ വീണ്ടും ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു. അപ്പോഴേ ബന്ധിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിലുള്ള 1000 വർഷം കുഞ്ഞാടിനോടുകൂടി കുഞ്ഞാടിൻ്റെ വിശ്വസ്തർ ഭരണം നടത്തും എന്നാണ് പറയുക. അവസാനം നമ്മൾ 20-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോഴേക്കും വീണ്ടും മഹായുദ്ധത്തെക്കുറിച്ച് പറയുന്നു. സാത്താനും പിടിക്കപ്പെടുന്നു. അവസാനം സാത്താനും മരണവും പാതാളവുമെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നതോടുകൂടി തിന്മ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെടുകയായി. ഇങ്ങനെ 20 അധ്യായങ്ങളിൽ സംഘട്ടനത്തിന് ചിത്രം കൊടുത്തതിന് ശേഷം 21, 22 അധ്യായങ്ങൾ മനോഹരമായ ഒരു ചിത്രമാണ് അവതരിപ്പിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി എന്നും ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 21-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും സ്വർഗീയ ജെറൂസലമിൻ്റെ മനോഹരമായൊരു ചിത്രീകരണമുണ്ട്. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ വാക്കോടുകൂടിയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, എല്ലാം നവീകരിക്കാനായി ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുകയും ജനമൊന്നടങ്കം കർത്താവായ യേശുവേ വരണമേ മാറാനാഥ എന്ന് നിലവിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ നാടകത്തിന് തിരശീല വീഴുകയായി. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു 20-ാം വാക്യം 22:20, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു ആശംസയോടുകൂടി പുസ്തകം സമാപിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ചിത്രങ്ങളുടെ എല്ലാം അർത്ഥം? എന്താണ് വിശുദ്ധ ഗ്രന്ഥകാരനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ദൈവം ഈ പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു ശുഭപര്യാവസായിയായ നാടകമാണ്, പ്രപഞ്ച നാടകം. ഇത് അവസാനിക്കുന്നത് യേശുവിൻ്റെ 2ാം വരവിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഇനിയും വന്നിട്ടില്ല, വരും. അത് വരുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഇതൊരു പ്രതീക്ഷ മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ മേഖലയിൽ തിന്മയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം തന്നെയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയുടെ യാഥാർത്ഥ്യമായി തീരും. ഈ യാഥാർത്ഥ്യത്തിൽ പിന്നെ ദുഃഖമുണ്ടാവുകയില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനി ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല, വേർപാടില്ല. ഇനി അങ്ങോട്ട് നിത്യമായ ജീവിതം മാത്രം. എല്ലാ കണ്ണിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. എല്ലാവരുടെ ഹൃദയത്തിലും സന്തോഷം ഉദയം ചെയ്യും. ഇങ്ങനെ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി സംജാതമാകും. ഇതൊരു വലിയ പ്രത്യാശ നൽകുന്ന ഗ്രന്ഥമാണ്. ഈ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുക. നമ്മളത് വിശദമായി പഠിക്കും. ഈ പുസ്തകം എഴുതപ്പെട്ട സാഹചര്യം, ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ പ്രത്യേകതകൾ, ഇതിന് പ്രത്യേക സാഹിത്യരൂപം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതീകാത്മകമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു, അതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആമുഖം അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ സൃഷ്ടിച്ചുവെന്നും അതിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും വെളിപാട് പുസ്തകത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നിൽക്കുന്ന, എല്ലാ ദുഃഖവും മുറവിളിയും അവസാനിപ്പിക്കുന്ന, എല്ലാവരുടെ ഹൃദയത്തിലും സന്തോഷം നിറയുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വാഗ്ദാനം അങ്ങയുടെ വാക്കനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ലഭിക്കുന്നതെന്ന് കൂടി അവിടെ ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും അങ്ങ് നൽകുന്ന നിത്യജീവൻ അർഹപ്പെടുത്തപ്പെടുത്തുവാൻ, അവകാശപ്പെടുത്തുവാൻ, അതിൽ പങ്കുചേരുവാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഈ വെളിപാട് പുസ്തകത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം സ്വീകരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.